ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, അതായത് മുണ്ടോർമ്പ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അദീവ മോളും എൻ്റെ ബ്രദറും കൂടെ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് മുണ്ടോർമ്പ് വീട്ടിൽ പോയിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പതിവ് ഷെയ്സൊക്കെ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് ഷെയ്സിനെ ഷെസിനെയൊക്കെ. അപ്പം അത് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അവൾ. അപ്പോൾ അത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉമ്മ നല്ല നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഉമ്മാനോട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി നെയ്യപ്പം റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. അപ്പം ഞാനില്ലാത്ത സമയത്താണല്ലോ ഇതിൻ്റെ ഒരു മാവൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുന്നത്തെ ഒരു പ്രാവശ്യം വീഡിയോ എടുത്തപ്പോഴും ഞാൻ അപ്പം ചുടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, നെയ്യപ്പം ചുടുന്നത്. പക്ഷേ റെസിപ്പി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഉമ്മ മാവൊക്കെ കൂട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ റെസിപ്പി ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബീട്രൂട്ട് ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഉണ്ട്. അദിവ മാഡം സുഖാണോ? ഷെയ്സേ, ഫുട്ബോളിന്റെ കള്ളത്തര എനിക്ക് എന്ത് എന്റെ പോലെ അങ്ങനെ കുട്ടികൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവരെ ഫുട്ബോൾ ക്യാമ്പിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ട്. എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട്. ബാക്ക് പെയിൻ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഷെയ്സയും കൂടെ ബ്രദറിൻ്റെ കൂടെ പോയി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് തന്നെ ബാക്ക് പെയിൻ ഉണ്ട്. അപ്പം ഓരോ ദിവസവും മാറും വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും കുറവൊന്നും ഇല്ലാത്തപ്പോൾ പിന്നെ പോയിട്ട് കാണിക്കുകയാണ്. അങ്ങനെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം മരുന്നൊക്കെ വാങ്ങിക്കുകയാണ്. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ വാങ്ങിച്ചിട്ട് കാഷ്വാലിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ ബാക്ക് പെയിനൊക്കെ ഉണ്ടാകുന്നത്. ഇത്രയും ദിവസമൊക്കെ ബാക്ക് പെയിനൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ആദ്യം അലർജിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുകയാണ്. അതിന് ശേഷമാണ് പിന്നെ ബാക്ക് പെയിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തത്. പിന്നെ അന്ന് രാത്രി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, അതിനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മറ്റൊരു ദിവസം എടുത്തതാണ്. അപ്പോൾ അത് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം അത് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ കുറച്ച് നേരമൊക്കെ വീണ്ടും കുട്ടികളൊക്കെ പോയതിന് ശേഷമൊക്കെ വീണ്ടും കിടന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എണീക്കുകയാണ്. അപ്പോൾ ഇതാ മോളി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള ടിഫിനൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണ്ടേന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ, പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്താലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ചിൻ്റെയും ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എന്തേ ഇനി വേണം?
അതിവ ടാറ്റ കൊടുക്കേ അതിവാ ഇങ്ങോട്ട് വാ ഓഫീസിൽ പോവാണേ പതിവ് അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കരയായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ അവരുടെ കൂടെ വെറുതെ ഒന്ന് കാറിൽ കയറിയിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ വരും. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അതിവ് ഇങ്ങോട്ട് തന്നെ പോരും. അതിനിടയിൽ പിന്നെ ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ അവിടെ ബീട്രൂട്ടും അതുപോലെ സവാളയൊക്കെ ബീട്രൂട്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളകൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഉള്ളായിരുന്നു, ബാക്കി പിന്നെ ഉമ്മ അത് അവിടെ നിന്ന് തൊടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങൽ തന്നെ അല്ലായിരുന്നു കേട്ടോ. ഉമ്മ ചെറുതായിട്ട് വെണ്ടക്ക തൈകളൊക്കെ മുളപ്പിച്ചിട്ടുണ്ട്. വെണ്ടക്കയും അതുപോലെ പയർ അങ്ങനെയുള്ള മത്തനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സവാളയിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഇനി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ബീട്രൂട്ട് കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ അത് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളി ഇത് നന്നായിട്ട് കുതിർത്തി വെച്ചതായിരുന്നു, ഉമ്മ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം അത് കുരുവില്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാളൻ പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങ ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഉമ്മ ഇഞ്ചി ഉപ്പിലിട്ട് വെച്ചതായിരുന്നു, സുർക്കയിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇളയ ഇഞ്ചി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. അപ്പോൾ ഇവിടെ ആരും അങ്ങനെ കഴിക്കലില്ല എന്ന് പറയലുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കലുണ്ട്. ഇളയ ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ മാങ്ങ ഇഞ്ചി പോലെയൊക്കെ നല്ല ടേസ്റ്റാണ്. ചിലത് കുറച്ച് മൂത്തതാണെങ്കിലും കുഴപ്പമില്ല, ഞാനങ്ങനെ വെറുതെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഈ സമയം പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഉണക്കമുളക്, കൊണ്ടാട്ടമുളകില്ലേ, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് ചമ്മന്തിക്കുള്ള ചമ്മന്തിയുടെ കൂട്ടൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ അസ്കർക്കും വന്നിട്ടുണ്ട് കേട്ടോ. അസ്കർക്കാക്ക് വാലേഷൻ ക്യാമ്പായിരുന്നു. അപ്പോൾ മലപ്പുറം കോളേജ് നമ്മളെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വന്നതായിരുന്നു. അപ്പം ഇടയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ അമരക്ക തോരനും ചിക്കൻ പൊരിച്ചതും പിന്നെ ബീട്രൂട്ട് ചമ്മന്തിയും പരിപ്പും വാഴയ്ക്കയും കറിയാണ് കേട്ടോ. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. ഈ ബീട്രൂട്ട് ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കറിയൊന്നും ഇല്ലാതെ ഈ ഒരു ചമ്മന്തി മാത്രമായി കഴിഞ്ഞാലും ചോറൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മധുരം കഴിക്കണം. ഉമ്മ അത് ചക്ക വരട്ടി ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് കഴിക്കുകയാണ്. പിന്നെ ഈ നെയ്യപ്പം റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരി, ഏകദേശം 400 ഗ്രാം അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു കോട്ടൺ മുണ്ടിലിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളം വലിയുന്ന വരെ വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഇതാ അരി ഉണക്കിയെടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ നെയ്യപ്പത്തിലേക്ക് ഒരു പപ്പടത്തിൻ്റെ 1/4 ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിയിലേക്ക് 1/4 ഭാഗം പപ്പടമാണ് എടുത്തത്. അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട്, വളരെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ശർക്കര ഇതാ അവിടെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് മൈദ, അതായത് നമ്മൾ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് മൈദയാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തരിയായിട്ടാണ് പൊടിച്ചത്. പിന്നെ നമുക്ക് 3 പഴം, ചെറിയ പഴമാണെങ്കിൽ 3 പഴം, വലുതാണെന്നുണ്ടെങ്കിൽ 2 പഴം മതി. പിന്നെ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പപ്പടവും കൂടെ ഈ പഴത്തിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയും മൈദപ്പൊടിയും ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിലുള്ള എല്ലാ പഴത്തിൻ്റെയും പപ്പടത്തിൻ്റെയൊക്കെ ഫുള്ളായിട്ട് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് നല്ല തിളച്ച നമ്മളുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഈ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നല്ല ചൂടോടെ തന്നെ നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിക്കണം കേട്ടോ. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം, നല്ല തിളച്ചത്. പിന്നെ കുറച്ച് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു മാവ് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഒരു കുഴി വരുന്ന രീതിയിൽ, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ മാവ് കൂട്ടിയ ഉടനെ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു മാവിലേക്ക് നമ്മൾ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടെ തന്നെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിലൊന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ നെയ്യപ്പം നന്നായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.